നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സെക്കൻഡ് നോർമൽ ഫോം വരെയായിരുന്നു. അപ്പം അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അവിടെ തൊട്ട് ബാക്കി നോർമൽ ഫോമിലോട്ട് പോകാം. അപ്പോൾ സെക്കൻഡ് നോർമൽ ഫോമിൻ്റെ ഡെഫിനിഷൻ ഒന്നുകൂടെ ഒന്ന് നോക്കുക. A relation schema R is in second normal form if every non-prime attribute A in R is fully functionally dependent on the primary key of R. നമ്മൾ fully functional dependency എന്താണ്, partial dependency എന്താണെന്നുള്ള കാര്യം പഠിച്ചായിരുന്നു. അപ്പോൾ R എന്ന് പറയുന്ന ഒരു റിലേഷൻ സ്കീമ സെക്കൻഡ് നോർമൽ ഫോമിൽ ആകണമെങ്കിൽ R എന്ന് പറയുന്ന റിലേഷൻ സ്കീമയുടെ പ്രൈമറി കീയുമായിട്ട് ആ റിലേഷനകത്തുള്ള എല്ലാ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സിനും ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടാകണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണെന്ന് പറഞ്ഞാൽ ഓരോ റിലേഷനകത്ത് ചിലപ്പോൾ പ്രൈമറി കീ ഫോം ചെയ്യുന്നത് മൾട്ടിപ്പിൾ ആട്രിബ്യൂട്ട്സ് കൂടി ചേർന്നിട്ടായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നോൺ പ്രൈം ആട്രിബ്യൂട്ടുകൾക്ക് ഈ പ്രൈമറി കീക്കകത്തെ എല്ലാ ആട്രിബ്യൂട്ടുകളുമായിട്ട് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടാകണം. അല്ലാതെ പ്രൈമറി കീക്കകത്തെ ഒരു പാർട്ട് ഓഫ് ആട്രിബ്യൂട്ടുമായിട്ട് മാത്രം ഡിപ്പെൻഡൻസി ഉണ്ടാക്കാനായിട്ട് പാടില്ല. അങ്ങനെ വന്നാൽ നമ്മൾ അതിനെ പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നു. അപ്പോൾ സെക്കൻഡ് നോർമൽ ഫോമിനകത്ത് പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടാകാനായിട്ട് പാടില്ല, പകരം ഫുൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടാകണമെന്നാണ് പറയുന്നത്. ആ കാര്യം ഒന്ന് ഓർമ്മിച്ച് വെക്കുക. നമ്മൾ ഡിപ്പെൻഡൻസി പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ പ്രൈമറി കീ റെപ്രസെന്റ് ചെയ്യുന്നത്, റൈറ്റ് സൈഡിൽ നമ്മൾ നോൺ പ്രൈം ആട്രിബ്യൂട്ടും റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന ഈ ആട്രിബ്യൂട്ടിനകത്ത് അല്ലെങ്കിൽ പ്രൈമറി കീക്കകത്ത് ഒന്നിലധികം ആട്രിബ്യൂട്ടുകൾ വരാം. ഈ y എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് എക്സിനകത്തെ ഒന്നിലധികം ആട്രിബ്യൂട്ടുകളുമായിട്ട് ഡിപ്പെൻഡൻസി ഉണ്ടാകണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടായാൽ ഇനി സിംഗിൾ ആട്രിബ്യൂട്ട് ആണെങ്കിൽ എന്തേ പറയുന്നുള്ളൂ, y എന്ന് പറയുന്ന നോൺ പ്രൈം ആട്രിബ്യൂട്ടിന് പ്രൈമറി കീയുമായിട്ട് ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടാകണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ നോക്കുക, താഴെ തന്നിട്ടുണ്ട്. ഇവിടെ EMB പ്രൊജക്ട് എന്ന് പറയുന്നതാണ് തന്നിരിക്കുന്ന റിലേഷൻ സ്കീമ. SSNും P നമ്പറുമാണ് ഇവിടുത്തെ പ്രൈമറി കീകള്. പ്രൈമറി കീക്കകത്ത് വരുന്ന ആട്രിബ്യൂട്ടുകളാണ് കേട്ടോ. SSNും P നമ്പറും കൂടെ കൂടി ചേർന്നാണ് ഇവിടുത്തെ പ്രൈമറി കീ എന്ന് പറയുന്നത്. ഒറ്റ പ്രൈമറി കീയേ ഉള്ളൂ, രണ്ട് ആട്രിബ്യൂട്ടുകൾ കൂടി ചേർന്നാന്ന് മാത്രം. ഇനി അവേഴ്സ്, ഇ നെയിം, പി ലൊക്കേഷൻ ഇവയൊക്കെയാണ് ഇവിടുത്തെ നോൺ പ്രൈം ആട്രിബ്യൂട്ടുകൾ. അതായത് കീയുടെ പാർട്ടിനകത്ത് വരാത്ത ആട്രിബ്യൂട്ടുകളാണ് നമ്മൾ നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ഈ റിലേഷൻ സ്കീമയ്ക്കകത്ത് തന്നിരിക്കുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ആണ് ഈ മൂന്നെണ്ണം, FD1, FD2, FD3. ഇവിടെ നോക്കുക, അവേഴ്സ് എന്ന് പറയുന്ന നോൺ പ്രൈം ആട്രിബ്യൂട്ടിന് പ്രൈമറി കീയുമായിട്ട് ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആണ് ഉണ്ടായിരിക്കുന്നത്. പ്രൈമറി കീക്കകത്തെ രണ്ട് ആട്രിബ്യൂട്ടുകളുമായിട്ട് ഇതിന് ഡിപ്പെൻഡൻസി വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഡിപ്പെൻഡൻസി നോക്കുക, ഇ നെയിം എന്ന് പറയുന്ന നോൺ പ്രൈം ആട്രിബ്യൂട്ടിന് പ്രൈമറി കീക്കകത്തെ ഒരു പാർട്ടുമായിട്ട് മാത്രമേ ഡിപ്പെൻഡൻസി വന്നിട്ടുള്ളൂ. അപ്പൊ ഇവിടെ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടായിട്ടുണ്ട്, ആ കാര്യം ഓർത്തു വെക്കുക. ഇനി മൂന്നാമത്തെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നോക്കുക. ഇവിടെ പി നെയിമും പി ലൊക്കേഷൻ എന്നും പറയുന്ന രണ്ട് ആട്രിബ്യൂട്ടുകൾക്ക്, രണ്ട് നോൺ പ്രൈം ആട്രിബ്യൂട്ടുകൾക്ക് പി നമ്പർ എന്ന് പറയുന്ന പ്രൈമറി കീയുടെ ഒരു പാർട്ടുമായിട്ട് മാത്രമേ ഡിപ്പെൻഡൻസി വന്നിട്ടുള്ളൂ. പ്രൈമറി കീ ഇവിടെ കംപ്ലീറ്റ് ആകണമെങ്കിൽ SSNും P നമ്പറും കൂടെ കൂടി ചേർന്നാണ് പ്രൈമറി കീ. ആ രണ്ടുമായിട്ട് നമുക്ക് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടാകണം. അപ്പൊ ഇവിടെ FD1 മാത്രമേ സെക്കൻഡ് നോർമൽ ഫോമില് ഉള്ളൂ. അപ്പൊ FD2ഉം FD3യും അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഇതിന്റെ സൊല്യൂഷൻ എന്താണ്, ആ റിലേഷനെ ഡീകമ്പോസ് ചെയ്ത് സെക്കൻഡ് നോർമൽ ഫോമിലോട്ട് ആക്കുക. അതിന്റെ സൊല്യൂഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. നമ്മൾ ഈ റിലേഷനെ 3 സബ് റിലേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഒന്നാമത്തെ റിലേഷൻ നോക്കുക, FD1 ആണ്. FD1 ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സെക്കൻഡ് നോർമൽ ഫോം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന പ്രൈമറി കീയുടെ എല്ലാ ആട്രിബ്യൂട്ടുകളുമായിട്ട് റൈറ്റ് സൈഡിലെ നോൺ പ്രൈം ആട്രിബ്യൂട്ടിന് ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടായിട്ടുണ്ട്. ഇനി അടുത്ത FD2 നോക്കുക, അത് സെക്കൻഡ് നോർമൽ ഫോമിൽ അല്ലായിരുന്നു. നമ്മൾ എന്താക്കി, അതിന് SSN എന്ന് പറയുന്ന പ്രൈമറി കീയുടെ ഒരു പാർട്ടുമായിട്ട് മാത്രമേ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടായിരുന്നുള്ളൂ ഈ നെയിമിന്. അപ്പൊ നമ്മൾ എന്താക്കി, പുതിയ റിലേഷനകത്ത് SSNനെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തു, ഈ നെയിം എന്നുള്ളത് നോൺ പ്രൈം ആട്രിബ്യൂട്ടും. അപ്പം സെക്കൻഡ് നോർമൽ ഫോം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയേ. ഈ നെയിം എന്ന് പറയുന്ന നോൺ പ്രൈം ആട്രിബ്യൂട്ടിന് അതിന്റെ പ്രൈമറി കീയുമായിട്ട് ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി വന്നിട്ടുണ്ട്. ഇനി FD3യും പാർഷ്യൽ ഡിപ്പെൻഡൻസി ആയിരുന്നു, അതായത് പ്രൈമറി കീയുടെ ഒരു പാർട്ടുമായിട്ട് മാത്രമേ ഡിപ്പെൻഡൻസി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഏത് പാർഷ്യൽ കീ ആയിട്ടാണോ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടായത് ആ പാർഷ്യൽ കീയെ നമ്മൾ പുതിയ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തു. റൈറ്റ് സൈഡിൽ നമ്മൾ നോൺ പ്രൈം ആട്രിബ്യൂട്ടുകളും കൊടുത്തു. അപ്പൊ ഇതാണ് നോർമലൈസ്ഡ് ചെയ്ത റിലേഷന്റെ പുതിയൊരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് തേർഡ് നോർമൽ ഫോം ആണ്. സെക്കൻഡ് നോർമൽ ഫോം പഠിച്ചു, അടുത്തത് തേർഡ് നോർമൽ ഫോം. ഡെഫിനിഷൻ നോക്കുക. അക്കോർഡിംഗ് ടു കോഡ്സ് ഒറിജിനൽ ഡെഫിനിഷൻ, A relation schema R is in third normal form
if it satisfies second normal form and no non-prime attribute of R is transitively dependent on the primary key. ഇവിടെ നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു ടേം ആണ് ട്രാൻസിറ്റീവ്ലി ഡിപ്പെൻഡന്റ്. അപ്പൊ അതെന്താണെന്ന് നോക്കുക, എന്നിട്ട് നമുക്ക് ഡെഫിനിഷനിലോട്ട് തിരിച്ചു വരാം. A functional dependency x to y in a relation schema R is a transitive dependency if there exists a set of attributes z in R that is neither a candidate key or nor a subset of any key of R and both extends to z and z tends to y hold. അതായത് ഇവിടെ പറയുന്നത് എന്താന്ന് ചോദിച്ചാല്, സാധാരണയായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പോലെ എക്സിൽ നിന്നും വൈയിലോട്ട് ഒരു ഡിപ്പെൻഡൻസി ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നത് എന്താണ്? ആട്രിബ്യൂട്ടുകളാണ്. അപ്പൊ എക്സിൽ നിന്നും വൈയിലോട്ട് ഡിപ്പെൻഡൻസി ഉണ്ടെന്ന് വിചാരിക്കുക. എക്സ് എന്ന് പറയുന്നത് കീ ആണെന്ന് വിചാരിക്കുക, പ്രൈമറി കീ ആണെന്ന് വിചാരിക്കുക. വൈ എന്ന് പറയുന്നത് നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആണെന്ന് വിചാരിക്കുക. ഇനി അവിടെ തന്നെയുള്ള മറ്റൊരു ആട്രിബ്യൂട്ട് ആണ് ഇസഡ് എന്ന് പറയുന്നത്. ഇസഡ് എന്ന് പറയുന്നതും ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആണ്, അതായത് കാൻഡിഡേറ്റ് കീയുടെ ഒരു പാർട്ടായിട്ട് വരുന്ന ആട്രിബ്യൂട്ട് അല്ല. അങ്ങനെയാണെങ്കിൽ എക്സിൽ നിന്നും വൈയിലോട്ട് ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്, അതുപോലെ തന്നെ ഇസഡിൽ നിന്നും വൈയിലോട്ട് അല്ലെങ്കിൽ വൈയിൽ നിന്നും ഇസഡിലോട്ടും ഒരു ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ അവിടെ എക്സിൽ നിന്നും ഇസഡിലോട്ട് ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് പറയുന്നത്. അതായത് ഒരു റിലേഷനകത്ത് രണ്ട് നോൺ പ്രൈം ആട്രിബ്യൂട്ടുകൾ തമ്മിൽ ഡിപ്പെൻഡൻസി ഉണ്ടായാൽ അവിടെ കീ ആട്രിബ്യൂട്ടുമായിട്ടും നോൺ പ്രൈം ആട്രിബ്യൂട്ടുമായിട്ടും പുതിയൊരു ഡിപ്പെൻഡൻസി ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. മനസ്സിലായോ? എക്സ് എന്ന് പറയുന്നത് കീ ആണ്, വൈ എന്ന് പറയുന്നത് നോൺ പ്രൈം ആട്രിബ്യൂട്ട്. ഇത് സാധാരണയായിട്ട് ഉണ്ടാവേണ്ട ഒരു ഡിപ്പെൻഡൻസി ആണ്. ഇനി രണ്ട് നോൺ പ്രൈം ആട്രിബ്യൂട്ടുകൾ തമ്മിൽ ഡിപ്പെൻഡൻസി ഉണ്ടായാൽ ചിലപ്പോൾ ഇസഡുമായിട്ട് ഈ എക്സ് എന്ന് പറയുന്ന കീക്ക് ഡിപ്പെൻഡൻസി ഉള്ളതായിരിക്കില്ല. പക്ഷേ രണ്ട് നോൺ പ്രൈം ആട്രിബ്യൂട്ടുകൾ തമ്മിൽ ഡിപ്പെൻഡൻസി ഉണ്ടായാൽ ഈ വൈയുമായിട്ട് എക്സ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് എക്സ് എന്ന് പറയുന്നത് ഇസഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ തേർഡ് നോർമൽ ഫോമിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് പറയുന്നത് എന്താണ്? തേർഡ് നോർമൽ ഫോം എന്ന് പറയുന്നത് ഓൾറെഡി, ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അത് സെക്കൻഡ് നോർമൽ ഫോമിൽ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ റിലേഷനകത്തുള്ള ഓരോ നോൺ പ്രൈം ആട്രിബ്യൂട്ടും ആ റിലേഷന്റെ കീയുമായിട്ട് ട്രാൻസിറ്റീവ്ലി ഡിപ്പെൻഡന്റ് ആകരുത്. അതാണ് രണ്ട് കണ്ടീഷൻ പറയുന്നത്. ഒന്നാമതെന്ന് പറഞ്ഞാല് സെക്കൻഡ് നോർമൽ ഫോമിൽ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാല് ആർ എന്ന് പറയുന്ന റിലേഷൻ സ്കീമയ്ക്കകത്തെ ഓരോ നോൺ പ്രൈം ആട്രിബ്യൂട്ടുകളും ആർ എന്ന് പറയുന്ന റിലേഷന്റെ പ്രൈമറി കീയുമായിട്ട് ട്രാൻസിറ്റീവ്ലി ഡിപ്പെൻഡന്റ് ആകരുതെന്നാണ് പറയുന്നത്. അപ്പൊ ആ കാര്യം പ്രത്യേകമായിട്ട് ഓർത്തു വെക്കുക. ഇനി ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, എക്സാമ്പിൾ നോക്കുക. EMB ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. അവിടെ നോക്കുക, SSN എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രൈമറി കീ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവയെല്ലാം നോൺ പ്രൈം ആട്രിബ്യൂട്ടുകളാണ്. അപ്പൊ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൈമറി കീയുമായിട്ട് നോൺ പ്രൈം ആട്രിബ്യൂട്ടുകൾക്ക് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉണ്ടാവരുത്, അല്ലെങ്കിൽ രണ്ട് നോൺ പ്രൈം ആട്രിബ്യൂട്ടുകൾ തമ്മിൽ ഡിപ്പെൻഡൻസി ഉണ്ടാവരുതെന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ഡിപ്പെൻഡൻസി നോക്കുക. SSN ആണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്, കീ ആണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്, റൈറ്റ് സൈഡിൽ വരുന്നത് നോൺ പ്രൈം ആട്രിബ്യൂട്ടുകളുമാണ്. അപ്പൊ അത് നമുക്ക് കുഴപ്പമില്ല, തേർഡ് നോർമൽ ഫോമിലാണ്. ഇനി അടുത്ത ഡിപ്പെൻഡൻസി നോക്കുക. ഡി നമ്പർ ആണ് ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്നത്, ഡി നെയിമും DMGR SSNുമാണ് റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്നതും റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്നതും നോൺ പ്രൈം ആട്രിബ്യൂട്ടുകളാണ്. കാരണം എന്താ? ഈ ഡി നമ്പർ എന്ന് പറയുന്ന ഒരു പ്രൈം ആട്രിബ്യൂട്ട് അല്ല, രണ്ട് നോൺ പ്രൈം ആട്രിബ്യൂട്ടുകളാണ് ഡിപ്പെൻഡൻസി വന്നിരിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ തേർഡ് നോർമൽ ഫോമിലല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ റിലേഷനെ ഡീകമ്പോസ് ചെയ്ത് ഒന്നിലധികം റിലേഷൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നോക്കുക, റിലേഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് തന്നിരിക്കുന്നത്, ED1 എന്നും ED2 എന്നും. ഇപ്പൊ ED1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി ആണ് തന്നിരിക്കുന്നത്. പ്രൈമറി കീയുമായിട്ട് ബാക്കി വന്നിരിക്കുന്ന നോൺ പ്രൈം ആട്രിബ്യൂട്ടുകൾക്ക് ഡിപ്പെൻഡൻസി വന്നിരിക്കുന്നത്. അവിടെ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഇവിടെ എന്ന് പറഞ്ഞാലോ, രണ്ടാമത്തെ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ രണ്ട് നോൺ പ്രൈം ആട്രിബ്യൂട്ടുകൾ തമ്മിലാണ് ഇവിടെ ഡിപ്പെൻഡൻസി വന്നിരിക്കുന്നത്. അങ്ങനെ വന്നാൽ ഈ SSN എന്ന് പറയുന്നതുമായിട്ട് ഈ ഡി നെയിമിനും DMGR SSNനും ഡിപ്പെൻഡൻസി വരാമെന്നാണ് പറയുന്നത്. അങ്ങനെ വരരുതെന്നാണ്. അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ റിലേഷനെ ഡീകമ്പോസ് ചെയ്ത് ഡി നമ്പർ എന്ന് പറയുന്നത് പുതിയ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തു. ആ ഡി നമ്പറുമായിട്ടാണ് ഡി നെയിം എന്നും DMGR SSN എന്നും പറയുന്ന
രണ്ട് നോൺ പ്രൈം ആട്രിബ്യൂട്ടുകൾക്ക് ഡിപെൻഡൻസി കൊടുത്തിരിക്കുന്നത്. നമ്മൾ പുതിയതായിട്ട് എടുത്ത റിലേഷൻ നോക്കുക, ആ രണ്ടിടത്തും ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി ഉണ്ടായിട്ടില്ല. അപ്പൊ തേർഡ് നോർമൽ ഫോമിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് നോൺ പ്രൈം ആട്രിബ്യൂട്ടുകൾ തമ്മിൽ ഡിപെൻഡൻസി ഉണ്ടാവാനായിട്ട് പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഡീകമ്പോസ് ചെയ്ത് പുതിയ പ്രൈമറി കീയെ നോൺ പ്രൈം ആട്രിബ്യൂട്ടിന് നമ്മൾ പുതിയ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കീ വാല്യൂ ആയിരിക്കണം, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം. ഇതാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞെങ്കിൽ ഒന്നെങ്കിൽ കീ വാല്യൂ ആയിരിക്കണം, നമ്മൾ ഇവിടെ ചെയ്ത പോലെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു കീ വാല്യൂ ആയിരിക്കണം, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം. പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ് കീക്കകത്ത് വരുന്ന ഒരു ആട്രിബ്യൂട്ട് ആയിരിക്കണം എന്നാണ് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് എപ്പോഴും കീ വാല്യൂ ആയിട്ട് വെച്ച് ഡീകമ്പോസ് ചെയ്യുവാണ് ചെയ്യാറ്. അപ്പൊ ആ കാര്യം സൊല്യൂഷനും കൂടെ ഒന്ന് ഓർത്തു വെക്കുക. ആ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്, നോക്കുക അത്. ഇനി അടുത്തതാണ് ജനറൽ ഡെഫിനിഷൻസ് ഓഫ് കീസ്, ജനറൽ ഡെഫിനിഷൻസ് ഓഫ് നോർമൽ ഫോംസ്. അതിനു മുമ്പ് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ആ ടേബിൾ ഒന്ന് നോക്കുക. ഓരോ നോർമൽ ഫോമും അവയുടെ റെമഡിയുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒന്നാമത്തെ നോർമൽ ഫോമിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ആട്രിബ്യൂട്ട്സ്, ടപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടപ്പിൾസിനകത്ത് വരുന്ന വാല്യൂസ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് വരാനായിട്ട് പാടില്ല. ഇനി അതിന്റെ റെമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു, എന്താണ് റെമഡി എന്ന് പറഞ്ഞാൽ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് വരുന്ന ആട്രിബ്യൂട്ട് വെച്ചിട്ട് പുതിയൊരു റിലേഷനെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് പഴയ നമ്മുടെ റിലേഷന്റെ പ്രൈമറി കീ കൂടെ കൂട്ടിച്ചേർത്ത് പുതിയ പ്രൈമറി കീ ഫോം ചെയ്യുക. അതാണ് അവിടുത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഇനി രണ്ടാമത്തെ സെക്കൻഡ് നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു, എന്താ പറഞ്ഞിരിക്കുന്നത്, അവിടെ നമ്മുടെ ആർ എന്ന് പറയുന്ന റിലേഷനകത്തെ എല്ലാ നോൺ പ്രൈം ആട്രിബ്യൂട്ടുകൾക്കും ആർ എന്ന് പറയുന്ന റിലേഷന്റെ പ്രൈമറി കീയുമായിട്ട് ഫുള്ളി ഫങ്ഷണലി ഡിപ്പെൻഡഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അവിടെ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടാകാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടാകുന്നത് അവിടെ നമ്മൾ ആ ടേബിളിനെ ഡീകമ്പോസ് ചെയ്ത് പല ടേബിളുകൾ ആക്കുക. പുതിയ ടേബിളിന്റെ പ്രൈമറി കീ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എന്താണ്, പാർഷ്യൽ കീനെയാണ് നമ്മൾ പുതിയ കീയുടെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ പ്രൈമറി കീയുടെ ഏത് പാർട്ടുമായിട്ടാണോ, ഏതെങ്കിലും ഒരു പാർട്ടായിട്ട് മാത്രമായിരിക്കുമല്ലോ ഡിപ്പെൻഡൻസി വരുന്നത്. അപ്പൊ ഡിപ്പെൻഡൻസി വന്ന പാർട്ട് ഏത് ആട്രിബ്യൂട്ട് ആണോ ആ ആട്രിബ്യൂട്ടിനെ ആയിരിക്കണം നമ്മൾ പുതിയ റിലേഷന്റെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തതാണ് തേർഡ് നോർമൽ ഫോം എന്ന് പറയുന്നത്. തേർഡ് നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു പ്രൈമറി കീ, അതായത് ഒരു റിലേഷന്റെ പ്രൈമറി കീയുമായിട്ട് ആ റിലേഷനകത്തെ നോൺ പ്രൈം ആട്രിബ്യൂട്ടുകൾക്ക് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉണ്ടാകാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ രണ്ട് നോൺ പ്രൈം ആട്രിബ്യൂട്ടുകൾ തമ്മിൽ ഡിപ്പെൻഡൻസി ഉണ്ടാകാനായിട്ട് പാടില്ലെന്നാണ് പറയുന്നത്. ഇനി അതിന്റെ സൊല്യൂഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്, റിലേഷനെ ഡീകമ്പോസ് ചെയ്യുക. ഡീകമ്പോസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്, രണ്ട് നോൺ പ്രൈം ആട്രിബ്യൂട്ടുകൾ തമ്മിലാണ് ഡിപ്പെൻഡൻസി വന്നിരിക്കുന്നതെങ്കിൽ ഒരു ലെഫ്റ്റ് സൈഡിൽ വരുന്ന നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ പുതിയ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്താ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും ഒരു കീ മാത്രമേ വരാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ഒരു പ്രൈം ആട്രിബ്യൂട്ട് വേണം വരാൻ. ആ രണ്ടെണ്ണമാണ് തേർഡ് നോർമൽ ഫോമിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക.